ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 13-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ്. സുവിശേഷത്തിൽ യേശുനാഥൻ 2 ഉപമകളിലൂടെ ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകതകൾ തന്നെ ശ്രവിക്കാനിരിക്കുന്നവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അവിടുന്ന് ആദ്യമായി പറയുന്നത് ഒരു കടുകുമണിയുടെ ഉപമയാണ്. സ്വർഗരാജ്യം വയലിൽ പാകപ്പെട്ട കടുകുമണി പോലെയാണ്. അത് വളരെ ചെറുതാണ് പാകുമ്പോൾ, പക്ഷേ അത് വളർന്ന് വലുതായി മറ്റു ചെടികളെക്കാളും വലുതായി ആകാശപ്പറവകൾക്ക് വന്ന് അതിൻ്റെ ശിഖരങ്ങളിൽ ചേക്കേറാൻ തക്ക വിധം വലിയ മരമായി മാറുന്നു എന്ന് പറയുകയാണ്. വീണ്ടും അവിടെ നിന്ന് പറയുകയാണ്, ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരു മാവിൽ ഒരു സ്ത്രീ ചേർത്ത പുളിപ്പിന് സദൃശമാണത്. അത് ആ മാവിനെ മുഴുവനും പുളിപ്പിച്ച് ആക്കുന്നത് പോലെ ഈ ദൈവരാജ്യവും ഈ ലോകം മുഴുവനും വ്യാപിക്കുമെന്നാണ്. എന്തുകൊണ്ടാണ് യേശുനാഥൻ ഈ ഉപമ പറഞ്ഞത് എന്ന് ചിന്തിക്കുമ്പോൾ, ക്രിസ്തുവിനെ ശ്രവിക്കാനിരുന്ന പലരും യേശുനാഥനെ പലപ്പോഴായി തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അവിടുന്ന് ഒരു പുതിയ രാജ്യം സ്ഥാപിക്കാനാണ് വന്നത്. അന്ന് ഇസ്രയേലിനെ ഭരിച്ചിരുന്ന റോമാക്കാരെയൊക്കെ തകർത്ത് അവിടുത്തെ പുതിയൊരു രാജ്യം, പിന്നെ ആ രാജ്യം ഈ ലോകത്തെ മുഴുവനും കീഴടക്കും എന്നൊക്കെയായിരുന്നു. പക്ഷേ അതിൻ്റെ ദൃശ്യമായ യാതൊരു അടയാളവും ക്രിസ്തുവിൽ അവർ കാണുന്നില്ല. ക്രിസ്തു യുദ്ധം ചെയ്യാനോ അല്ലെങ്കിൽ ആരെങ്കിലും കീഴ്പ്പെടുത്താനോ പോകുന്നതായിട്ട് ഇവർ കാണുന്നില്ല. അപ്പോൾ അങ്ങനെ ഇവർക്കൊരു സംശയമുണ്ട്, എന്താണ് ഇവൻ ആഗ്രഹിക്കുന്നത്? അതോ ഇവനോടുകൂടെ ഇവൻ ആരംഭിച്ചതൊക്കെ നശിച്ചു പോകുമോ എന്നുള്ളൊരു ചിന്ത തന്നെ ശ്രവിക്കാനിരുന്നവർക്കും ഉണ്ട്, ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്കും ഉണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് യേശുനാഥൻ പറഞ്ഞത്, നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിലും ദൈവരാജ്യം വളർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് ഈ കടുകുമണി പോലെയാണ്, വളരെ ചെറുതാണ്. ദൈവരാജ്യം തുടങ്ങുന്നത് ക്രിസ്തുവിലൂടെ തുടങ്ങിയത് അവൻ്റെ 12 അപ്പോസ്തലന്മാരിലൂടെ, ശിഷ്യന്മാരിലൂടെ. ഇന്ന് ലോകം മുഴുവൻ വ്യാപിച്ചിരുന്ന ഈ വൻമരത്തെ അന്നുണ്ടായിരുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. പക്ഷേ ക്രിസ്തുനാഥൻ പറയുന്നുണ്ട്, ഈ കടുകുമണി വലുതാകുന്നത് പോലെ ഈ ദൈവരാജ്യവും വലുതാകും. അവിടുത്തെ പ്രവചനമായിരുന്നു ദൈവരാജ്യത്തെക്കുറിച്ചുള്ള. എന്നിട്ട് അവിടുന്ന് പറയുന്നുണ്ട്, ഈ കടുകുമരം അത് മരമായി തീർന്ന് ഒത്തിരി അധികം പക്ഷികൾക്ക് ചേക്കേറാനുള്ള ഇടമാണ്. അങ്ങനെ തണലും താങ്ങും നൽകുന്ന ഇടമായി ദൈവരാജ്യം മാറുകയാണ്. അപ്പോൾ ഈ ദൈവരാജ്യം അത് ക്രിസ്തു പാകിയ വിത്ത് മാത്രമല്ല, നാം ഓരോരുത്തരും ദൈവരാജ്യമാണ്. ഞാൻ ക്രിസ്തുവിൻ്റെ ദൈവരാജ്യമാണ്. ക്രിസ്തു ഈ ഭൂമിയിലേക്ക് പാകിയ കടുകുമണി ഞാനാണ്. എന്നോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യനെ ഞാൻ താങ്ങും തണലുമായി മാറുമ്പോൾ എന്നിലെ ദൈവരാജ്യത്തിൻ്റെ വിത്ത് വളർന്ന് മരമായി മാറുകയാണ്. അപ്പോൾ അത് എൻ്റെ കൂടെ ഉത്തരവാദിത്തമായി മാറുകയാണ്. ഞാൻ പുളിപ്പാണ്. എന്നെ ചുറ്റിയിരിക്കുന്ന മനുഷ്യനെ ക്രിസ്തുവിൻ്റെ നന്മ കൊണ്ട് പുളിപ്പിക്കുന്ന മനുഷ്യനായി ഞാൻ മാറണം. ക്രിസ്തു അതാണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോഴാണ് ഈ ദൈവരാജ്യം എന്നിലൂടെ വളർന്ന് വലുതായി മാറുന്നത്. അപ്പോൾ ഇത് പണ്ടെങ്ങോ പാകി കഴിഞ്ഞു പോയ വിത്തോ അത് വളർന്ന് വലിയ മരമായി തീർന്ന വിത്തിനെ കുറിച്ചോ അല്ല. ഇപ്പോഴും അവൻ പാകിക്കൊണ്ടിരിക്കുന്ന വളർന്ന് വലിയ മരമായി അനേകർക്ക് താങ്ങും തണലുമാകാനുള്ള ഞാനാകുന്ന ഓരോ മനുഷ്യരെക്കുറിച്ചുമാണ് ഈ ദൈവരാജ്യത്തിൻ്റെ ഉപമ. അപ്പോൾ ഈ സുവിശേഷം ധ്യാനിക്കുമ്പോൾ എന്നിലും പാകപ്പെട്ടിരിക്കുന്ന സുവിശേഷത്തിൻ്റെ വിത്തുകൾ അനേകായിരങ്ങൾക്ക് താങ്ങും തണലുമാകുന്ന ക്രിസ്തുവിൻ്റെ പുളിപ്പ് പോലെ അവരെ പുളിപ്പിക്കുന്ന മനുഷ്യനായി തീരാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.